കവി, നിരൂപകൻ, പ്രഭാഷകൻ തുടങ്ങിയ സർഗമേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച MG ബാബുജി സാറാണ് ഇന്ന് PR വിഷൻ്റെ അതിഥി. മലയാള കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ അടയാളപ്പെടുത്തിയ മഹാരാജാസ് കോളേജിൽ നിന്നും വിരമിച്ച അദ്ദേഹം തൻ്റെ നിലപാടുകളെക്കുറിച്ചും നിരീക്ഷണങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. സ്വാഗതം സാർ. നിലപാടുകളുടെ കരുത്താണ് ഒരു സാഹിത്യകാരനെ വേറിട്ടതാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നതും. സമീപകാലത്ത് ബാബുജി സാർ നടത്തിയ ഒരു പരാമർശം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. OV വിജയൻ്റെ പ്രശസ്തമായ ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്നും അത് ഭാഷയ്ക്ക് മാത്രം നൽകിയ സംഭാവനയാണെന്നും ബാബുജി സാർ പറയുകയുണ്ടായി. ഈ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിലേറെ വാഴ്ത്തപ്പെട്ട ഒരു കൃതിയാണ്. തീർച്ചയായും അത് അംഗീകാരമർഹിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ ഈയിടെയായി കവി S. ജോസഫ് പ്രകടിപ്പിച്ച ഒരഭിപ്രായമുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം ചെലുത്തിയ സ്വാധീനം കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു എന്ന് അർത്ഥം വരുന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ മുൻപ് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട്. ആധുനികത മലയാള സാഹിത്യത്തിൽ ആശാവഹമായ അതല്ലെങ്കിൽ അഭിലഷണീയമായ ഏതെങ്കിലും സാംസ്കാരിക വിനിമയം സാധിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതേസമയം ഭാഷയിൽ ആധുനികർ നൽകിയ സംഭാവന എക്കാലത്തും അനുസ്മരിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ആഖ്യാന ഭാഷയ്ക്ക് ഒരു പുതിയ രൂപം കൊടുക്കുക വഴി ആധുനികത മലയാള കഥാസാഹിത്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു എന്ന് പറയാം. അതേസമയം അത് വിനിമയം ചെയ്ത സാംസ്കാരിക മൂല്യങ്ങൾ അത്രയൊന്നും അഭിലഷണീയമായിരുന്നില്ല, ആശാവഹമായിരുന്നില്ല എന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം ഏറെ വാഴ്ത്തപ്പെടുകയും ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന പേരിൽ വിജയൻ തന്നെ മറ്റൊരു പുസ്തകം രചിക്കുകയും 50 ആണ്ട് ആയപ്പോഴേക്കും ഇതിഹാസത്തിൻ്റെ 50 ആണ്ടുകൾ എന്ന മട്ടിൽ നിരവധി പ്രസിദ്ധീകരണങ്ങൾ എഴുതുകയും അതിനുവേണ്ടി ചില പ്രത്യേക പതിപ്പുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ എൻ്റെ ഈ നിലപാടിൽ നിന്ന് അത് നേരത്തെയുള്ള ഒരു നിലപാട് തന്നെയാണ്. എനിക്ക് ഒരു അണുവിട മാറാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ദൗർബല്യം കൂടി ഞാൻ സമ്മതിക്കുകയാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല. ചിതലിമലയും ഞാറ്റുപുരയും ഒത്തുപള്ളിയും ഏകാധ്യാപക വിദ്യാലയവും ഒരു ഗ്രാമീണ നിഷ്കളങ്ക ജനതയുടെ ആവിഷ്കാരമായ ഒരു വിശേഷപ്പെട്ട സ്ഥലരാശിയും അതിൽ ഒരു കാപ്പിക്കടയുണ്ട്, ഒരു ചെറിയ പലചരക്ക് കടയുണ്ട്, ബാർബർ ഷോപ്പുണ്ട്, തയ്യൽ കടയുണ്ട്, അങ്ങനെ പോകുന്ന ഒരു ഓത്തുപള്ളിയുണ്ട്. അങ്ങനെ പോകുന്ന ഒരു വിശേഷപ്പെട്ട സ്ഥലരാശി വാസ്തവത്തിൽ ആ ഗ്രാമീണ ജനതയുടെ നിഷ്കളങ്കതയുടെ ഒരു ആവിഷ്കാരം കൂടിയാണെന്ന് പറയാം. അതല്ലെങ്കിൽ ആ ഒരു വിശേഷപ്പെട്ട ഉറവിടത്തിൽ നിന്നാണ് ആ കുഗ്രാമത്തിലെ ജനത പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. പക്ഷേ അവിടേക്കാണ് തസ്രാക്ക് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക്, അതാണ് ഖസാക്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ആ ഗ്രാമത്തിലേക്കാണ് പരിഷ്കാരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ വലിയ അവബോധങ്ങളുമായി ഒരു ചെറുപ്പക്കാരൻ അധ്യാപകനായി എത്തിച്ചേരുന്നത്. വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം, അതുവഴി നേരിടുന്ന നാഗരികത, അതിൻ്റെ സംസ്കൃതി വിശേഷം
അതെല്ലാം കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അറിവിൻ്റെ അധികാര വ്യവസ്ഥയുണ്ട്. ഈ അറിവിൻ്റെ അധികാര വ്യവസ്ഥയുടെ ഒരുതരം കടന്നു ചെല്ലലായിരുന്നു രവിയുടെ ആ ഗ്രാമത്തിലേക്കുള്ള രംഗപ്രവേശം എന്നാണ് ഞാൻ അതിനെ വായിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു വ്യക്തി, തീർത്തും നാഗരികനായ ഒരു വ്യക്തി, പരിഷ്കാരിയായ ഒരു വ്യക്തി ആണ് ഈ ഗ്രാമീണ നിഷ്കളങ്ക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അത് ഉണ്ടാക്കുന്ന ഒരുതരം അഭിഭ്രാന്തി ആ ഗ്രാമീണ ജനതയ്ക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം തങ്ങളുടെ പരിമിതികളിൽ ഒതുങ്ങി നിന്നും തങ്ങളുടെ ആ പരിമിതികളുടെ ഉള്ളിലേക്ക് തന്നെ വളഞ്ഞും തങ്ങൾക്കില്ലാത്തതെന്താണ് എന്ന് അറിയാൻ പോലും കഴിയാത്ത ഒരു ജനതയുടെ മേൽ ഒരു വിശേഷപ്പെട്ട കാഴ്ചപ്പാടിൻ്റെ ആവിഷ്കാരം എന്നുള്ള നിലയിൽ ഒരാൾ എത്തിപ്പെടുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. അത് ജീവിതം ഏൽപ്പിച്ചു തരുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒന്ന് മാത്രമാണ് ഈ ജീവിതമെന്നും അതിലപ്പുറം ഈ ജീവിതത്തിന് വിശേഷ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും അതുകൊണ്ട് മരണത്തെപ്പോലും ആ രീതിയിൽ നിസ്സംഗമായി കാണാവുന്ന ഒന്നാണ് മരണം പോലും എന്നും ഒക്കെ സ്ഥാപിക്കാൻ, വളരെ ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായാണ് എനിക്ക് രവിയെ അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്ക് ഒരുപാട് നിരവധി നോവലുകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. പഴയതും പുതിയതുമായ ധാരാളം നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും നല്ല നോവലുകളുമാണ്. പരനാഴിക നേരം പോലെയോ, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് പോലെയോ, ചെമ്മീൻ പോലെയോ, ദേശത്തിൻ്റെ കഥ പോലെയോ, വൃദ്ധസദനം പോലെയോ, ഫ്രാൻസിസ് ഇട്ടിക്കോര പോലെയോ, അങ്ങനെയൊക്കെയുള്ള ധാരാളം നല്ല നോവലുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നോവലുകൾക്കൊന്നും കിട്ടാതിരുന്ന ഒരു വലിയ സൗഭാഗ്യം വിജയൻ്റെ ഈ നോവലിന് കിട്ടിയതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അതിലെ ഒരുതരം അരാഷ്ട്രീയ നിലപാടുകളും ഒരുതരം അരാജകത്വത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാടുകളും ഒക്കെയാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ മാധ്യമലോകം മിക്കവാറും വാഴ്ത്തുന്നത് അത്തരം നോവലുകളെ ആയതുകൊണ്ടാവാം ഒരുപക്ഷേ ആ കൃതിക്ക് അത്ര വലിയൊരു പ്രചാരം മലയാള സാഹിത്യത്തിൽ കിട്ടിയത്. അതേസമയം ഒ.വി. വിജയൻ്റെ ആഖ്യാന ഭാഷയെ, വിജയൻ്റെ മാത്രമല്ല, അത് മുകുന്ദൻ്റെയും കാക്കുനാടൻ്റെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും വിജയൻ്റെ ആഖ്യാന ഭാഷ വിശേഷപ്പെട്ട ഒരു സംഭാവന മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകാൻ ഇടയില്ല. ആധുനികതയുടെ വലിയ സംഭാവന അത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കവി എന്നൊന്നില്ല എന്നും പേനയെടുത്തവരെല്ലാം കവികളായി മാറുന്ന ഒരു കാലമാണിതെന്നും എസ് ജോസഫ് സാർ പറഞ്ഞതിനോട് അങ്ങെങ്ങനെ പ്രതികരിക്കുന്നു? വളരെ വിചിത്രമായൊരു വാദമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നല്ല കവികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല കവികളില്ലെങ്കിൽ എഴുത്തച്ഛൻ നല്ല കവിയല്ല, നമ്പ്യാർ നല്ല കവിയല്ല, കുമാരനാശാൻ നല്ല കവിയല്ല, വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും നല്ല കവിയല്ല, ശങ്കരക്കുറുപ്പും ONVയും നല്ല കവിയല്ല, സൗദകുമാരിയും പുതിയ കവികൾ പലരും നല്ല കവികളല്ല എന്ന് പറയേണ്ടി വരും. എന്ന് ഞാൻ പറയുന്നു, എസ് ജോസഫ് നല്ല കവിയാണ്, പി രാമൻ നല്ല കവിയാണ്, പി രാമചന്ദ്രൻ നല്ല കവിയാണ്, പുതിയ കവികളിൽ മനോജ് കുറൂർ നല്ല കവിയാണ്, അൻവർ അലി നല്ല കവിയാണ്, വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും ചങ്ങമ്പുഴയും ശങ്കരക്കുറുപ്പും നല്ല കവികളാണ്, ONV നല്ല കവിയാണ്. ആശാൻ്റെയും എഴുത്തച്ഛൻ്റെയും നമ്പ്യാരുടെയും പാരമ്പര്യം ഇല്ലെങ്കിൽ ഒരാൾ കവി പോലും ആവുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മലയാളത്തിൽ നല്ല കവികൾ ധാരാളം പേരുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്ന് മാത്രമല്ല, അത്തരമൊരു നിലപാടിലേക്ക് ഒരു കവി എത്തിച്ചേരുന്നത് അത്ര കണ്ട് ആശാവഹമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത് കവിതയെ ശക്തിപ്പെടുത്തുകയല്ല, ദുർബലപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. ജോസഫിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു കവി അത്തരം ഒരഭിപ്രായം
അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞത്, അത്തരമൊരു അഭിപ്രായം രൂപപ്പെടുത്താൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന അങ്ങയ്ക്ക് ആ കലാലയം എന്തൊക്കെയാണ് മടക്കി നൽകിയത്? ആ കലാലയ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? അധ്യാപന അനുഭവങ്ങൾ. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ മഹാരാജാസ് കോളേജിൽ ഞാൻ ചെല്ലുന്നത് വലിയ പ്രതീക്ഷകളുമായിട്ടാണ് തീർച്ചയായും. കാരണം എനിക്ക് ആ കലാലയത്തിൻ്റെ വിശിഷ്ടമായ പാരമ്പര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് വലിയ ഒരു ജീവിത മേഖലയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെപ്പോലെയുള്ള അല്പവിഭവന്മാരായ അധ്യാപകന്മാർക്ക് ഒരുപക്ഷെ ഏറെയൊന്നും ശോഭിക്കാൻ കഴിയാത്തൊരു മേഖലയാണിത് എന്ന് വരെയും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ PG ക്ലാസ്സിൽ ആദ്യമായി പഠിപ്പിക്കാൻ ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഞാൻ വളരെയേറെ പരിശ്രമിച്ചു. വായനയും ചിന്തയും ഒക്കെയായി ഞാൻ വളരെയേറെ പരിശ്രമിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ ഞാൻ മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന മഹാവിദ്യാലയത്തിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ആത്മവിശ്വാസത്തോടെ എത്തിപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശങ്കരക്കുറുപ്പ് മാഷും അങ്ങനെ നിരവധിയായ ആളുകൾ, M ലീലാവതിയും M അച്യുതനും MK സാനുവും KG ശങ്കരപ്പിള്ളയും M തോമസ് മാത്യുവും ജോർജ് ഇരുമ്പയവും അങ്ങനെ നിരവധി വലിയ ആളുകൾ, M കൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിപ്പിച്ച ഒരു മഹാകലാലയമാണ്. അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു ക്രീം ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ മിടുക്കന്മാരാണ് അവിടെ പഠിക്കാനായി വരുന്നത്. ഒരു 90% മാർക്കിൽ കൂടുതൽ ഇല്ലാത്ത, ഡിഗ്രിക്ക് ഇല്ലാത്ത ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ പോലും കിട്ടില്ല MA മലയാളത്തിന്. അതുപോലത്തെ ഒരു ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നതെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ പുതിയ കാലത്ത് അറിയപ്പെട്ട നിരവധി എഴുത്തുകാർ അവിടെ പഠിച്ച് പോയവരാണ്. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. വൈലോപ്പിള്ളിയെപ്പോലെ, ചങ്ങമ്പുഴയെപ്പോലെയുള്ള മഹാരഥന്മാരായ കവികൾ അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. തോമസ് ഐസക്കിനെ പോലെ, അതുപോലെ വയലാർ രവിയെപ്പോലെ, AK ആൻ്റണിയെപ്പോലെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ നിന്നും പഠിച്ചിറങ്ങി പോയവരാണ്. അങ്ങനെ നിരവധിയായ ആളുകൾക്ക് ജന്മം കൊടുത്ത ഒരു കലാലയം എന്നുള്ള നിലയിൽ ആ കലാലയത്തിന് നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു അതിൻ്റെ 100 ഇരട്ടി അത് തിരിച്ചു നൽകുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇന്ന് ഖേദിക്കേണ്ടി വരുന്നില്ല. ഞാൻ ചെയ്ത പ്രവൃത്തി ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോന്നതിന് ശേഷവും ഒരുപക്ഷെ ഇതൊരല്പം ആത്മപ്രശംസയായി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. ഞാൻ അവിടെ നിന്ന് പോകുന്ന 10-12 വർഷങ്ങൾക്ക് ശേഷം ഒരു വിദ്യാർത്ഥി, അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നോട് പറയുന്നു, ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ എന്നോട് പറയുന്നു, സാറ് ഒക്കെ അവിടെ പഠിപ്പിച്ചിരുന്നതിനെക്കുറിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോഴും പറയാറുണ്ട് എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനത് കാഷ്വലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റാഫ് അഡ്വൈസറായിട്ട് 10-12 വർഷത്തോളം ഞാൻ സ്റ്റാഫ് അഡ്വൈസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിദ്യാർത്ഥികളുമായി നിരന്തരം ഇടപെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രീവൻസസ്, അവരുടെ പരാതികൾ കേൾക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും അതിൽ രാഷ്ട്രീയമായ യാതൊരു നിറവും നോക്കാതെ നീതിയുടെ പാത മാത്രം സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഞാൻ കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയത്തിലെത്തിയിട്ടുണ്ട് എന്ന് എനിക്കിന്ന് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിൽ കവികളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി എന്നൊരു പരാതി ഈ അടുത്ത കാലത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെ പേനയെടുത്തവരെല്ലാം കവികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. വായനക്കാരെക്കാൾ കൂടുതൽ എഴുത്തുകാർ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹ മാധ്യമ കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ കവിതകളെക്കുറിച്ചും രചനകളെക്കുറിച്ചും വായനയിലൂടെയുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? മലയാളത്തിലെ എന്നല്ല എല്ലാ ഭാഷയിലെയും സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്ന സേവനം, സാഹിത്യപരമായ സേവനം വലുതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഭാഷ ഒരു പ്രധാന കാരണമാണ്. ഭാഷയുടെ വളരെ സൂക്ഷ്മമായ ഒരു രൂപം ആവിഷ്കരിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർ എഴുതുന്ന കുറിപ്പുകൾ, അവരുടെ ആത്മാനുഭവങ്ങൾ,
കവിതകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവരുടെ ചിന്തകൾ, ആ ചിന്തകളെ ആവിഷ്കരിക്കുന്നതിന് അവർ തിരഞ്ഞു പോകുന്ന ഭാഷയുടെ സൂക്ഷ്മഭാവങ്ങൾ, ഇതൊക്കെ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് നിന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ചെറുപ്പക്കാരോടൊക്കെ ഉള്ളുകൊണ്ട് ബഹുമാനമാണ്, ആദരവാണ്, സ്നേഹമാണ്. കാരണം അവർ അറിയാതെ ചെയ്യുന്നത് നമ്മുടെ ഭാഷയെ സമ്പുഷ്ടമാക്കലാണ്. ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ മാത്രമേ നമുക്ക് സാമൂഹിക മാധ്യമങ്ങളെ കാണാൻ കഴിയൂ. എല്ലാവരും കവികളാകുന്നത് ഒരു ദുരനുഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കവികളെ മുട്ടിയിട്ട് വഴി നടക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരു വലിയ എഴുത്തുകാരൻ നമ്മുടെ മലയാളത്തിലുണ്ട്, ടി പത്മനാഭൻ. കവികളെ മുട്ടിയിട്ട് വഴി നടക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ വരുന്നതാണ് കവിതയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നു. 10 വരിയെങ്കിലും എഴുതിയ ഒരാൾ, കവിയായി അയാൾ അംഗീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു കവിത എഴുതിയ ഒരുവൻ മനസ്സംസ്കരണം സിദ്ധിച്ച ഒരുവനാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരുവനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. അതുകൊണ്ട് എല്ലാവരും എഴുതുന്ന ഒരു കാലത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ വരുമ്പോൾ കവിത കൂടുതൽ ജനകീയമാവുകയും കവിത എന്ന് പറയുന്ന ആർക്കും അന്യമല്ലാതെയാവുകയും ചെയ്യും. കവിത വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ബുദ്ധിജീവികളുടെ ഒരു ഏർപ്പാട് മാത്രമാണ് എന്ന് ധരിക്കുന്ന വളരെ യാഥാസ്ഥിതികമായ ലോകത്ത് നിന്നും വലിയൊരു വികാസമായിരിക്കും അത് സമ്മാനിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും കവിത എഴുതുന്നു, എല്ലാവരും കവിത ആസ്വദിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കവിത എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ സ്വപ്നമാണ്, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സൂക്ഷ്മാനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ ഒരു ഭാഷയുടെ പ്രശ്നം വരുന്നുണ്ട്, സാമൂഹ്യാനുഭവങ്ങൾ വരുന്നുണ്ട്, രാഷ്ട്രീയ അനുഭവങ്ങൾ വരുന്നുണ്ട്, ചരിത്രാനുഭവങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ കണ്ണികോർക്കുന്ന ഒരു മേഖലയാണ് കവിത എന്ന് പറയുന്നത്. അല്ലാത്ത കവിത വെറുമൊരു വരിയെഴുത്തല്ല. അങ്ങനെ കവിതയെ ലാഘവത്തോടെ കാണുന്നവർക്ക് മാത്രമേ എല്ലാവരും കവികളാകുന്നതിനെ അപഹസിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല സത്യത്തിൽ കാണേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ജോസഫ് തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു അഭിപ്രായം, കവിത ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നു, അതുകൊണ്ട് അത് എത്ര കണ്ട് അഭിലഷണീയമാണ് എന്ന മട്ടിലൊരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതായി കണ്ടു. കവിത ജനാധിപത്യപരമാകണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം കൂടുതൽ ആളുകൾ എഴുതുമ്പോൾ അത് ജനാധിപത്യപരമാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കവിത ജനാധിപത്യപരമാകുന്നത് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുമ്പോഴും, ജനങ്ങളുടെ അഭീഷ്ടങ്ങൾക്കും അഭിഭാവങ്ങൾക്കും ഒപ്പം നിൽക്കുമ്പോഴും, ജനങ്ങളുടെ സൗന്ദര്യാഭിലാഷങ്ങൾക്ക് അനുഗുണമായി കവികളുടെ ജീവിത വീക്ഷണം വികസിക്കുമ്പോഴും ഒക്കെ തന്നെയാണ് കവിത ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത്. അങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന കവിതയുടെ ഒരു കാലഘട്ടത്തെയാണ് നാം ആഗ്രഹിക്കേണ്ടത് എന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു വലിയ പ്രവണതയാണ് പ്രസാധകരുടെ തള്ളിക്കയറ്റം. കേരളത്തിൽ ആയിരക്കണക്കിന് പ്രസാധകരുണ്ട് എന്ന ഒരു അവ്യക്തമായ ഒരു അറിവും ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ സമീപകാലത്ത് കണ്ടുവരുന്ന മറ്റൊരു കാര്യം, മുഖ്യധാരാ പ്രസാധകരിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാധാരണ എഴുത്തുകാർ സ്വന്തം നിലയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. വായനക്കാരിലേക്കോ വിപണിയിലേക്കോ പുസ്തകങ്ങൾ എത്തിപ്പെടുന്നില്ല, വായിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഈ ഒരു പ്രവണതയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? മുഖ്യ പ്രസാധകന്മാർ പ്രസിദ്ധീകരിക്കാൻ മടി കാണിക്കുന്ന പുസ്തകങ്ങൾ ആണ് മിക്കപ്പോഴും മറ്റ് പ്രസാധകന്മാർ ഏറ്റെടുക്കാറ് പതിവ്. അതൊരു പക്ഷേ ഒരല്പം കൂടി പഴയ ഒരു പ്രവണതയായിരുന്നു. പുതിയൊരു പ്രവണത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ആ പുസ്തകം വിപണിയിൽ എത്തപ്പെടാതിരിക്കുകയും വായിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ നമ്മുടെ ഈ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിലവിലുണ്ട്. ഇത് വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു നിലവാര തകർച്ചയിലേക്ക് അത് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്നുമല്ല, കാരണം വിപണിയിലേക്ക് ഒരു പുസ്തകം എത്തിച്ചേരുന്നത് നല്ല കാര്യമാണ്, എഴുത്തുകാരന് നല്ല കാര്യമാണ്. അതേസമയം
കൂടുതൽ വായനക്കാരിലേക്ക് അത് എത്തുന്നു എന്നുള്ള വായനാ സമൂഹത്തെ സംബന്ധിച്ചും നല്ല കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതേസമയം വിപണി വേറൊരു തരത്തിൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രവണത ആദ്യം പറഞ്ഞത് നിരുപദ്രവമായ ഒരു കാര്യമാണെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ പ്രവണത അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയാണ് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വിപണിയുടെ കൗശലങ്ങൾക്ക് അനുസൃതമായി എഴുത്തിനെ മാറ്റേണ്ട ഒരു സ്ഥിതി എഴുത്തുകാരിൽ തന്നെ ഉണ്ടാവുന്നു എന്ന് പറയാം. വിപണിക്ക് വേണ്ടി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രസാധകന്മാർ തന്നെ തങ്ങളുടെ കമ്പോളം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ അനഭിലഷണീയമായൊരു പ്രവണതയും നമ്മുടെ സാഹിത്യ രംഗത്ത്, പ്രസാധന രംഗത്ത് കണ്ടുവരുന്നുണ്ട്. ഒരു കൃതിയെക്കുറിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, ആ വിവാദങ്ങളിൽ നിരവധി ചാനൽ ചർച്ചകൾ നടത്തുക, അല്ലെങ്കിൽ മാധ്യമലോകത്ത് അത് കൂടുതൽ വലിയ തലക്കെട്ടുകളിലൂടെ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ആ കൃതി വിറ്റഴിക്കപ്പെടുക. അതിൻ്റെ 8ഉം 10ഉം എഡിഷൻ ഇറക്കി 2ഓ 3ഓ എഡിഷൻ്റെ പണം മാത്രം എഴുത്തുകാർക്ക് കൊടുക്കുന്ന ലാഭകരമായ, അത്യന്തം ലാഭകരമായ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ മാത്രം പ്രസാധനത്തെ കാണുന്ന വിപണിയുടെ ഇടപെടൽ, അത് അങ്ങേയറ്റം ആപൽക്കരമായ, അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മീശ എന്ന ഒരു നോവൽ എഴുതപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് വിവാദങ്ങൾ ആണ് ആദ്യമുണ്ടാവുന്നത്. അതുകൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നു. ആ പുസ്തകത്തെക്കുറിച്ച് വലിയ വിവാദങ്ങളും ചർച്ചകളും സമൂഹത്തിൽ നടക്കുന്നു, സാഹിത്യരംഗത്ത് നടക്കുന്നു. ആ പുസ്തകം ഉടൻ തന്നെ ഒരു വലിയ പ്രസാധകൻ ഏറ്റെടുത്ത് പ്രകാശനം ചെയ്യുന്നു. നോക്കൂ, അതിൻ്റെ പിന്നിലെ വിപണി തന്ത്രം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നല്ല കൃതി വായനക്കാർ വായിക്കണം എന്നല്ല, ആസ്വാദകർ വായിക്കണമെന്നല്ല, വിവാദങ്ങളുണ്ടായ കൃതി ആസ്വാദകരുടെ കയ്യിൽ എത്തിച്ച് പണം നേടുക എന്നുള്ള പ്രസാധക തന്ത്രം, വിപണിയുടെ ഈ ഇടപെടൽ ആണ് ഇന്ന് നമ്മുടെ സാംസ്കാരിക രംഗം നേരിടുന്ന, സാഹിത്യരംഗം നേരിടുന്ന അത്യന്തം ആപൽക്കരമായ ഒരു പ്രവണത. ഒരു കവിയായി ജീവിക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. കാരണം പ്രശസ്ത കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞു, കവിത എഴുതി മാത്രം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഒരു കവിത എഴുതിയാൽ കിട്ടുന്ന ചെറിയ പ്രതിഫലം കൊണ്ട് ഒരു കവിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കവി ആയി ജീവിക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കവിയായി തുടരുക, കവിയായി ജീവിക്കുക എന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെക്കുറിച്ചുള്ള കവികളുടെ ആ ഒരു വേദനയെക്കുറിച്ച് സാറിൻ്റെ പ്രതികരണം എന്താണ്? ഒരു ജീവിതമാർഗമായി കവിതയെ തിരഞ്ഞെടുക്കുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. കവിതയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നത് ഒട്ടും തന്നെ ആശാസ്യമായൊരു കാര്യമല്ല, അല്ലെങ്കിൽ പ്രായോഗികമായൊരു കാര്യമല്ല. അതേസമയം കവിയായി ജീവിക്കുക എന്നുള്ളത് അത്യന്തം അഭിലഷണീയമായൊരു കാര്യമാണ് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. കവിയായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ആന്തരികമായി അയാൾ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. യഥാർത്ഥ മനുഷ്യൻ്റെ സത്തയെ സംപ്രേഷണം ചെയ്യുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. കവിതയിലൂടെ വിനിമയം ചെയ്യുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് കവിയായി ജീവിക്കുക എന്നുള്ളതും കവിത കൊണ്ട് ജീവിക്കുക എന്നുള്ളതും രണ്ടായി തന്നെ കാണണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കവിത കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല, ജീവിതവൃത്തിക്ക് വേണ്ടി കവിതയെ സ്വീകരിക്കാനും കഴിയില്ല. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് കവിത ഒരുപക്ഷെ അതിൻ്റെ മാറ്റു കുറഞ്ഞ ഒന്നായി മാറുന്നത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിപണിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായി കവിയുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഒരാൾ ശീലിക്കുമ്പോൾ അയാൾ കവിത മരിക്കുന്നു. കവി എന്നുള്ള നിലയിൽ അയാളുടെ സ്ഥാനം അടയാളപ്പെടുത്തപ്പെടാതെ പോവുകയും ചെയ്യും. കവിത എഴുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹ മാധ്യമ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ കവിത എഴുതുന്ന
ആധുനിക കവികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. മനസ്സിൽ തോന്നുന്ന എന്തും വാരി വലിച്ചെഴുതുന്ന ഒരു രീതിയാണ് ഇത്, ഈ ഒരു ദുഷ്പ്രവണത. ഇപ്പം കുമാരനാശാൻ്റെ ഉൾപ്പെടെ ചങ്ങമ്പുഴ, കുമാരനാശാൻ അങ്ങനെ കവിത്രയങ്ങളുടെ ഉൾപ്പെടെയുള്ള കവിതകൾ പഠിച്ച് ആഴമേറിയ ഒരു കാവ്യ സംസ്കാരം രൂപപ്പെടുത്തിയതിനു ശേഷം വൃത്തത്തിൽ എഴുതിയ കവികളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. വൃത്തത്തിൽ എഴുതുന്നതാണ് വൃത്തിയുള്ളത് എന്ന് ഒരു കവി പരാമർശിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് അത് കണ്ടുവരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രവണതയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വൃത്തത്തിൽ എഴുതുന്നതാണ് വൃത്തിയുള്ളത് എന്നുള്ളതിൽ ആ പരാമർശത്തിൽ ഒരു അല്പം കാര്യമുണ്ട്. കാരണം വൃത്തം എന്ന് പറയുന്ന ഒരു ക്രമപ്പെടുത്തലാണ്. സാഹിത്യത്തിൻ്റെ പരമമായ ഒരു ധർമ്മം ഈ ക്രമപ്പെടുത്തലിൻ്റെ സൗന്ദര്യം ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ്. ദ അറേഞ്ച്മെൻറ്റ് ഈസ് ബ്യൂട്ടി, ക്രമീകരണമാണ് സൗന്ദര്യം എന്ന് പറയാറുണ്ട്. വാക്കുകളുടെയും ആശയങ്ങളുടെയും ക്രമീകരണത്തിനാണ് കവിത എന്ന മാധ്യമം വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഗദ്യത്തിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഒരർത്ഥത്തിൽ കവിതയിൽ പറയുന്നത് എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. കവിത സ്വയം അതിൻ്റെ ഒരു രൂപം സ്വീകരിക്കുകയാണ് എന്നും പറയാം. പക്ഷേ വൃത്തത്തിൽ എഴുതുന്നത് മാത്രമാണ് കവിത എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനും കഴിയില്ല. കാരണം കവിതയ്ക്ക് ആന്തരികമായ ഒരു താളം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ആശയങ്ങളുടെ താളമാണ്, അക്ഷരങ്ങളുടെ താളമല്ല. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പ്രാസങ്ങളുടെ ഭംഗിയല്ല. ആന്തരികമായ ആശയങ്ങളുടെ ഒരു ക്രമീകരണമുണ്ട്, ഒരടുക്കുണ്ട്, ആശയങ്ങളുടെ ഒരു വൃത്തമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത്തരം ഒരു അവസ്ഥയാണ്, അത്തരമൊരു രചനാ രീതിയെയാണ് ഇന്ന് കവികൾ ഏറെ പിന്തുടരുന്നത്. അതിന് ഒരു കാരണം, ഒരു വൃത്തം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിലെ ഭാവത്തെ അതേപടി ആവിഷ്കരിക്കുന്നതിന് വൃത്തം തടസ്സമായി വന്നുകൂടായികയില്ല. അത്തരം സന്ദർഭങ്ങളിൽ വൃത്തത്തെ ആശ്രയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് പാരമ്പര്യത്തെയും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ് കവികൾക്ക് അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു. കവിതയുടെ ഒരു വഴക്കം അതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കവിത ആഴത്തിൽ അറിയുകയും പഠിക്കുകയും വായിച്ചുള്ള സംസ്കാരം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും തോന്നിയതുപോലെ എഴുതാൻ കഴിയില്ല. ഒരു ചൈനീസ് കവി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആവോളം പഠിക്കുക, പിന്നെ ഈ കവിതയുടെ നിയമങ്ങളെ ആവോളം പഠിക്കുക, എന്നിട്ട് അതിനെ ഇഷ്ടം പോലെ ലംഘിക്കുക എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ആവോളം പഠിച്ച ഒരാളിന് അതിനെ ലംഘിക്കുന്നതിനും ചില നിയമങ്ങളുണ്ട് എന്ന് വരുന്നു. അത്തരം എല്ലാം പഠിച്ചതിന് ശേഷം ഉള്ള ഒരു നിയമലംഘനത്തിന് ഒരു വിശേഷപ്പെട്ട ഭംഗിയും നിയമവും ഉണ്ടാകും എന്നുള്ള കവിതയുടെ പ്രാഥമികമായ ഒരു തത്വം പുതിയ കവികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. എലിയട്ട് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷിലെ മഹാനായ കവി, അദ്ദേഹം പറയുന്നത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്നാണ്. ആ ട്രഡീഷനെ ഉൾക്കൊള്ളണം, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ കവിതയുടെ മഹാപാരമ്പര്യങ്ങളെ ഉൾക്കൊണ്ടതിന് ശേഷം സ്വന്തം സിദ്ധികളെ അതിനോട് കലർത്തി ആവിഷ്കരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഒരാൾക്ക് സൗന്ദര്യപരമായ അല്ലാതെ ഒരു വരി പോലും ആവിഷ്കരിക്കാൻ കഴിയില്ല. അയാളുടെ ഉള്ളിനെ ആവിഷ്കരിക്കാൻ അയാൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയുടെ സൂക്ഷ്മതയിലാണ് വാസ്തവത്തിൽ കവിതയുടെ ജീവൻ ഇരിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കിയാൽ കവികൾക്ക് അങ്ങനെ തോന്നിയതുപോലെ എഴുതാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിൽ സുദീർഘമായ വായനയുടെയും അധ്യാപനത്തിൻ്റെയും ഒരു പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. എന്നും കൂടെ കൊണ്ടു നടക്കാൻ ഒരു പുസ്തകം ഉണ്ടാവണം എന്നാഗ്രഹിച്ചാൽ അത് ഏത് പുസ്തകമായിരിക്കും? കവിത പോലെ തന്നെ ഞാൻ കഥയും വായിക്കുന്ന ഒരാളാണ്. അതുപോലെ മറ്റ് വൈജ്ഞാനിക സാഹിത്യവും വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. തത്വചിന്ത എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയങ്ങളിലൊന്നാണ്. മനഃശാസ്ത്രം എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയങ്ങളിലൊന്നാണ്. അതുപോലെ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സാഹിത്യം പോലെ തന്നെ ഞാൻ മറ്റ് വിഷയങ്ങളെയും വായിക്കുന്നതിനൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഈ പ്രഭാഷണങ്ങളിലൊക്കെ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്ക് പ്രയോജനകരമായി തീർന്നിട്ടുള്ളത് എന്നും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു പുസ്തകം കയ്യിലെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു കവിതയുടെ പുസ്തകമായിരിക്കും.
അങ്ങനെ അതാണ് ആ ഒരു കവിതയോടുള്ള വലിയൊരു ഇഷ്ടം അങ്ങനെ നിൽക്കുന്നു. അത് ഏത് പുസ്തകം എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷേ ഒരു കവിതയുടെ പുസ്തകമായിരിക്കും ഒരു പക്ഷേ അത് വൈലോപ്പിള്ളിയുടേതാകാം എന്ന് മാത്രം എനിക്കിപ്പോൾ പറയാൻ കഴിയും. നമ്മുടെ കാവ്യ സംസ്കാരത്തിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴവും ചങ്ങമ്പുഴയുടെ വാഴക്കുലയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട കവിതകളാണല്ലോ. പഴങ്ങൾ കവിതകളായി വന്നത്. മാമ്പഴം ഇന്നും ഒരു ദുഃഖത്തോടെ കണ്ണീർ നനവോടുകൂടിയല്ലാതെ വായിക്കാൻ ചിന്തിക്കാനോ കഴിയില്ല. അതുപോലെ നമ്മുടെ സംസ്കാരത്തെ ആകെ അടിമുടി മാറ്റിമറിച്ച കവിതയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല. ഈ രണ്ട് കവിതകളെ എങ്ങനെ കാണുന്നു? തലമുറകളെ സ്വാധീനിച്ച ഒരു കവിയാണ് ചങ്ങമ്പുഴ എന്ന് നമുക്കറിയാം. ഒരുപക്ഷേ അതുകൊണ്ടാണ് ONV-യെയും പി ഭാസ്കരനെയും വയലാറിനെയും ഒക്കെ ചങ്ങമ്പുഴയുടെ മാറ്റൊലി കവികൾ എന്ന് അല്പം പരിഹസിച്ച് നിരൂപകൻ M. കൃഷ്ണൻ നായർ നിരൂപകൻ വിളിക്കാനിടയായത്. അത്ര കണ്ട് സ്വാധീനം മലയാളികളിൽ ഉണ്ടാക്കിയ ഒരു കവിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ വാഴക്കുല വാസ്തവത്തിൽ ഒരു ലളിതമായ ഒരു വികാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന കവിതയല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ കൃത്യമായ പ്രമേയം രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ പ്രമേയത്തെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ജീവിതത്തിൻ്റെ ഏറ്റവും ലോലമായ ചില വശങ്ങളെ അത് വിനിമയം ചെയ്യുന്നുമുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ പഴം എത്ര സ്വാദുള്ളതായിരിക്കുമെന്ന് ആ മലയപ്പുലയൻ്റെ കുട്ടി ആശിച്ച് നിൽക്കുമ്പോൾ ആണല്ലോ ഈ ജന്മിയുടെ ആളുകൾ വരുന്നതും ജന്മി ഇത് വെട്ടിക്കൊണ്ട് അവിടെ കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെടുന്നത്. അയാൾ തന്നെ അത് വെട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരു കുട്ടിയുടെ കഴുത്തരിയുന്നത് പോലെ ആ കൊല വെട്ടി എന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കുന്ന ഒന്നാണ് അവൻ്റെ കൃഷി വിഭവങ്ങൾ, കൃഷിയെ അങ്ങനെയാണത് കാണുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഉപമ അദ്ദേഹം പ്രയോഗിക്കുന്നത്. വാഴക്കുലയുടെ ഈ രാഷ്ട്രീയ പ്രമേയം മാത്രമേ നമ്മൾ വാസ്തവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ അതിൻ്റെ സൂക്ഷ്മമായ അതിൻ്റെ സൗന്ദര്യതലത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. അധികം പോകേണ്ടതായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം അത്രത്തോളം സൂക്ഷ്മ സൗന്ദര്യ മേഖലകളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കവിത കൂടിയാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല. അങ്ങനെ അത്തരം ഒരു വിലയിരുത്തൽ മലയാള സാഹിത്യത്തിൽ അധികം നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്തരം വിലയിരുത്തൽ ആവശ്യമാണ് വാസ്തവത്തിൽ. വൈലോപ്പിള്ളിയുടെ മാമ്പഴം അത് നമ്മുടെ ഇതുപോലെ തന്നെ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു കവിതയാണ് മാമ്പഴം. അത് പൂക്കുല അത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്നുള്ള അമ്മയുടെ ഒരു ചോദ്യം ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ചെറിയ മുറിവ്, ആ മുറിവ് അവൻ്റെ മരണം ശേഷം അമ്മ ആ മാമ്പഴം വീഴുന്ന സമയത്ത് ഉണ്ണികളായി വിരിഞ്ഞു നിന്ന ഉണ്ണിമാങ്ങ വിളഞ്ഞ പഴുത്ത മാങ്ങയായി പൊഴിഞ്ഞു വീഴുമ്പോൾ അതിലൊന്ന് അവൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുവച്ച് വിലപിക്കുന്ന അമ്മ, അത് ഏറ്റവും ഈ മനസ്സിനെ ആവിഷ്കരിക്കുന്ന ഒരു കവിത എന്നുള്ള നിലയിൽ ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുണ്ട്. വൈലോപ്പിള്ളി എന്ന കവി തന്നെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മാതൃമനസ്സിൻ്റെ ആവിഷ്കാരകനാണ്. വൈലോപ്പിള്ളിയുടെ മനസ്സ് ഒരു സ്ത്രൈണമായ അത്തരത്തിലുള്ള ഒരു സ്ത്രൈണ ചേതനയെ വല്ലാതെ താലോലിക്കുന്ന ഒരു മനസ്സാണ് വൈലോപ്പിള്ളിയുടേത്. പട്ടുടുപ്പ് എന്ന പേരുള്ള വൈലോപ്പിള്ളിയുടെ വേറൊരു കവിതയുണ്ട്, ഉത്സവത്തിന് പോകുന്ന ഉണ്ണികളുടെ അവരുടെ സന്തോഷത്തിൽ കളങ്കം ചാർത്തണ്ട എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഉടുപ്പ് തിരയുന്ന കൂട്ടത്തിൽ ഏറ്റവും അടിയിൽ മരിച്ചുപോയൊരു കുഞ്ഞിൻ്റെ ഉടുപ്പ് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുക. അത് കണ്ട അമ്മ അതെടുത്ത് മാറോട് ചേർത്ത് അമ്മ തേങ്ങിക്കരയുകയാണ്. അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ടല്ലാതെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്ന അവർ ഉത്സവത്തിന് പോകാനുള്ള ഉത്സാഹത്തിലാണ്. അവരുടെ സന്തോഷത്തിൽ താൻ എന്തിന് കളങ്കം ചാർത്തണം എന്ന് അമ്മ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മനസ്സിനെ ആവിഷ്കരിക്കുന്നതിൽ അസാമാന്യമായ വൈഭവം കാണിച്ചിട്ടുള്ള ഒരു സ്ത്രൈണ ചേതനയുള്ള കവിയാണ് വൈലോപ്പിള്ളി. ആ നിലയ്ക്കാണ് ഞാൻ ആ കവിതയെ അങ്ങനെയാണ് കാണുന്നത്. അതേസമയം നമ്മുടെ സാധാരണ ആസ്വാദക മനസ്സുകൾക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിനെ തലോടി പോകുന്ന ഒരു അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന കവിതകൾ എന്നുള്ള നിലയിലാണ് ഈ രണ്ട് കവിതയും മലയാളത്തിൽ കൂടുതൽ പ്രശംസിക്കപ്പെട്ടു. നിലപാടുകളുടെ കരുത്താണ് ഒരു സാഹിത്യകാരൻ്റെ വ്യക്തിമുദ്ര. സ്വന്തം നിലപാടുകളിൽ അണിവിട മാറാതെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഡോക്ടർ ബാബുജി സാറുമായി MG ബാബുജി സാറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ച് ഇനിയും
രാജാവ് നഗ്നനാണ് എന്നുറപ്പിച്ച് പറഞ്ഞ കുട്ടിയെപ്പോലെ അദ്ദേഹം തൻ്റെ നിലപാടുകളുമായി മുന്നേറുകയാണ്. ഇത്രയും നേരം ദീർഘമായി തൻ്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും PR വിഷ്ണുമായി പങ്കുവച്ച ബാബുജി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്രയും സമയം എൻ്റെ ഈ വാക്കുകൾ കേട്ട് ഇരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അർപ്പിക്കും.